الجنة ولا يظلمون شيئا. ഈ ബാങ്കുലികൾ എന്നും മുഴങ്ങുന്നു, നാം കേൾക്കുന്നു. അതിന് യഥാവിധി ഉത്തരം ചെയ്യുന്നുണ്ടോ നാം? മുസ്ലിമേ, നമസ്കാരത്തെ നിസ്സാരമാക്കുന്ന ധാരാളം ആളുകളെ കണ്ടുവരുന്നു. അതിൽ പെടരുത്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ടതാണ് നിസ്കാരം. അത് ദീനിന്റെ തൂണാണ്. സത്യവിശ്വാസിക്കും അവിശ്വാസിക്കും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ്. സഹോദര, നിസ്കാരം ഗൗരവമുള്ള കാര്യമാണ്. നോമ്പ് റമളാനിൽ മാത്രം, സക്കാത്തും ഹജ്ജും കഴിവുള്ളവർക്ക് മാത്രം. നമസ്കാരം ആരെ തൊട്ടും ഒഴിവല്ല. നിൽക്കാൻ കഴിയാത്തവർ ഇരുന്നും, ഇരിക്കാൻ കഴിയാത്തവർ ചെരിഞ്ഞുകിടന്നും, അതിനും കഴിയാത്തവർ മലർന്നു കിടന്നും, അതിനും കഴിയാത്തവർ കൺപോളകൾ കൊണ്ട് ഇഷാറത്താക്കിയും, അതിനും കഴിയാത്തവർ ഹൃദയത്തിൽ നമസ്കാരത്തിന്റെ രൂപം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആരോഗ്യവും സമയവും എല്ലാമുള്ള നമ്മുടെ അവസ്ഥ പരിതാപകരം തന്നെ. വർഷത്തിലൊരിക്കൽ നിസ്കരിക്കുന്നവർ, മാസത്തിലൊരിക്കൽ നിസ്കരിക്കുന്നവർ, ജുമുഅ മാത്രം നമസ്കരിക്കുന്നവർ, നഊദു ബില്ലാഹ്. നമുക്ക് ജോലി സമയമുണ്ട്, ജോലിക്ക് സമയമുണ്ട്, ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, നമ്മുടെ ആവശ്യ നിർവഹണങ്ങൾക്കെല്ലാം സമയമുണ്ട്. റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മാത്രം സമയമില്ല. ഒരു സുജൂദ് ചെയ്യാതെ അഹങ്കരിച്ചാണ് ഇബ്ലീസ് ശപിക്കപ്പെട്ടതെങ്കിൽ ധാരാളം സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ട നമ്മുടെ അവസ്ഥ. യാ അല്ലാഹ്. സഹോദര, നിസ്കരിക്കാത്തവർ ഫാസിഖാണ്, നിസ്കരിക്കാത്തവർ ഫാജിറാണ്. അവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അവൻ നാളെ കുറ്റവാളികളോടൊപ്പം സഖർ എന്ന നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ മാ സലക്കക്കും ഫീ സഖർ, എങ്ങനെയാണ് നിങ്ങൾ ഈ സഖറിൽ വന്ന് ഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരിൽ പെട്ടില്ല എന്നാണ് അവർ ഉത്തരം പറയുക. അവൻ നാളെ അഹങ്കാരികളും ധിക്കാരികളുമായ ഫിറഔൻ, ഖാറൂൻ, ഹാമാൻ എന്നിവരോടൊപ്പമായിരിക്കും. നഊദു ബില്ലാഹ്. നിസ്കാരത്തെ നിസ്സാരമാക്കല്ലേ സഹോദര. നാളെ ദുഃഖിച്ച് വിരൽ കടിക്കേണ്ടി വരും. നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ഘട്ടത്തിൽ പോലും ഉമ്മത്തിനോട് വസിയത്ത് ചെയ്തത് നമസ്കാരത്തെക്കുറിച്ചാണല്ലോ. അസ്സലാ അസ്സലാ വമാ മലക്കത്ത് ഐമാനുക്കും, അസ്സലാത്ത് അസ്സലാ വമാ മലക്കത്ത് ഐമാനുക്കും. നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ സമുദായമേ എന്ന്. അതിനാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത. മുസ്ലിമേ, ഇന്ന് തന്നെ നമുക്കൊരു പ്രതിജ്ഞ പുതുക്കണം. മരിക്കുന്നത് വരെ നിസ്കാരം മുറ പോലെ നിർവഹിക്കുമെന്ന്. എന്നാൽ നമുക്ക് വിജയമുണ്ട്. നാം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും നിസ്കരിക്കാത്തവരുണ്ടാവരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖദാ ആയ നമസ്കാരം വീട്ടാൻ തുടങ്ങുക. സമയമില്ല, മരണം അടുത്തെത്തിയിരിക്കുന്നു. ജാഗ്രത, ഉണരുക. ഈ സന്ദേശം എല്ലാ സുഹൃത്തുക്കൾക്കും എത്തിക്കുക. നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും തീർച്ച. കണ്ടതിനും കേട്ടതിനും നന്ദിയുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.